എല്ലാവർക്കും സായാഹ്ന വന്ദനങ്ങൾ. പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തതുപോലെ കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണ്. എന്നാലും ഇത്രയധികം പേർക്ക് കടന്നു വരാനിടയായി. നിങ്ങൾക്ക് ദൈവവചനത്തോടുള്ള സ്നേഹത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ഒരു നാന്ദിയായിട്ട് ഞാനത് കാണുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് രക്ഷാ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളാദ്യം ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക്, ആമുഖം എന്നുള്ള നിലയ്ക്ക് എന്താണ് ദൈവശാസ്ത്രം, എന്താണ് ക്രോഡീകൃത ദൈവശാസ്ത്രം, അതുപോലെ നമ്മളത് പഠിക്കുന്നത് ഒരു അപ്പോളജറ്റിക്സ് വീക്ഷണകോണിൽ നിന്നായതുകൊണ്ട് എന്താണ് അപ്പോളജറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യം ആർക്കെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യമായിട്ട് ചോദിക്കാനായിട്ട് ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയമാണ്. മടിക്കണ്ട. നമ്മുടെ ബാബു സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു നല്ല കൾച്ചറാണ് ആളുകളെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, സൈസോരൻ രാവിലെ ഫോണിൽ കൂടെ ചില കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ ചോദിച്ചായിരുന്നു. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിലും ആദ്യം ചോദ്യോത്തരത്തിനായിട്ട് ഇച്ചിരി സമയം മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? എന്താ ദൈവത്തിൻ്റെ കമ്പൽഷൻ? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? സൃഷ്ടിക്കാതിരിക്കാൻ പറ്റുമായിരുന്നുവോ? അതിനടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവം ത്രിയേകത്വത്തിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ഗോഡാണ്, റിവീലിംഗ് ഗോഡാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റിവീൽ ചെയ്തുകൊണ്ടിരിക്കുക. അതവർക്ക് വലിയ സന്തോഷമാണ്. 100% സ്നേഹത്തിലായതുകൊണ്ട് അവരുടെ ഒരു പ്രമോദമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരെ തന്നെ റിവീൽ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ത്രിയേകത്വം ആരംഭിച്ചപ്പോൾ തൊട്ട് ഈ സ്വഭാവമുണ്ട്. ത്രിയേകത്വം ആരംഭിച്ചപ്പോഴാണ്, നിത്യതയില്ല അല്ലേ? അതുകൊണ്ട് ഇത് ഒരു എറ്റേണൽ ക്യാരക്ടർ ഓഫ് ഗോഡാണ്. റെവലേഷൻ അന്യോന്യം റിവീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിത്യമായിട്ടുള്ള നമ്മുടെ ഒരു സ്വഭാവത്തിനാണ് ശരിക്കും ക്യാരക്ടർ എന്ന് പറയുന്നത്. ദൈവം ക്യാരക്ടർ അനുസരിച്ചേ പ്രവർത്തിക്കത്തുള്ളൂ. ക്യാരക്ടർ അനുസരിച്ച് പ്രവർത്തിക്കാത്തവർക്ക് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്. എന്താ? കപടഭക്തിക്കാരൻ അല്ലേ? അതായത് എനിക്ക് ഭക്തിയേ ഇല്ല, പക്ഷേ സഭയിൽ വരുമ്പോൾ ഞാൻ വലിയ ഭക്തി അഭിനയിച്ചാൽ അതെൻ്റെ ക്യാരക്ടറിനെതിരാണ്. അത് കള്ളത്തരമാണ്, ഹിപ്പോക്രസിയാണ്. അപ്പം ദൈവം ഒരു ട്രൂ ഗോഡാണ്, ഒരു റൈറ്റ്യസ് ഗോഡാണ്. അപ്പോൾ ദൈവത്തിന് അങ്ങനത്തെ ഉഡായിപ്പ് പരിപാടികളൊന്നുമില്ല. തന്നിലുള്ള സ്വഭാവം അനുസരിച്ചാണ് തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ റെവലേഷനാണ്. നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരാളെ സഹായിക്കാനായിട്ട് 4 പേര് കാണുമെങ്കിൽ, അറിയുമെങ്കിൽ ഒരു സഹായം ചെയ്തു കൊടുത്തു കളയാമെന്നൊക്കെ തീരുമാനിക്കും. പല സഭകളിലും ചെന്നാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ മത്തായിച്ചനും അവറാച്ചനും തോമാച്ചനും ഒക്കെ കിടന്ന് കറങ്ങും. എന്താ? സഭയ്ക്ക് ഫാൻ മേടിച്ചു കൊടുത്തെന്ന് 4 പേര് അറിയണം. നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്ന് വരും. എന്നാൽ ദൈവത്തിന് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ദൈവം എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ അധിഷ്ഠിതമാണ്, സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം ദൈവം നരകം ഉണ്ടാക്കിയോ? അത് ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ അധിഷ്ഠിതമാണ്. യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ചോ? ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ അധിഷ്ഠിതമാണ്. കൊള്ളരുതാത്ത നമ്മളെ സഹിക്കുന്നോ? അത് ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ അധിഷ്ഠിതമാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നല്ലാതെ ഒരു കാര്യവും ദൈവത്തിന് വരത്തില്ല. അപ്പം ഈ റെവലേഷൻ പരസ്പരം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഒരു നിത്യ സ്വഭാവമാണ്, ത്രിയേകത്വത്തിലെ തന്നെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം റിവീൽ ചെയ്യുന്നവനായ. നമ്മളത് ബൈബിളിൽ സങ്കീർത്തനം 19 1 തൊട്ടുള്ള ഭാഗങ്ങളിൽ, അതുപോലെ റോമാലേഖനം 1:19 തൊട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അത് വായിക്കുന്നുണ്ട്. ദൈവം തന്നെ തന്നെ പ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഗോഡ് ഈസ് എ റിവീലിംഗ് ഗോഡ്. എന്തുകൊണ്ട് പ്രപഞ്ചം ഉണ്ടാക്കി? തന്നെ തന്നെ വെളിപ്പെടുത്താനായിട്ടുണ്ടാക്കി. അപ്പോൾ അത് ആർക്കും വെളിപ്പെടുത്താനല്ല. ഈ വെളിപ്പെടുത്തൽ തൻ്റെ സ്വഭാവമായതുകൊണ്ട് താൻ ചെയ്യുന്നതാണ്. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചതും തൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ സൃഷ്ടിയുടെ സമയത്ത് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഡിസ്കസ് ചെയ്തു പോയതാണ്. ഒരു പ്രതിച്ഛായയ്ക്കൊരിക്കലും സൃഷ്ടിയുടെ സമയത്ത് മനുഷ്യൻ പൂർണ്ണനായിരുന്നുവോ?
നമ്മളിപ്പോഴേ പാപം ചെയ്തു, അവൻ്റെ സ്വരൂപമൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വികലമാക്കപ്പെട്ടു. ഇന്നും മനുഷ്യന് ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട് അല്ലേ? യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുള്ള മനുഷ്യനെ എങ്ങനെ ശപിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ചിലർ ഈ ടോട്ടൽ ഡിപ്രാവിറ്റിയൊക്കെ പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ സമൂലമായിട്ട് നശിച്ചു, ഇനി ഒരു നന്മയില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ പറയും മനുഷ്യനിൽ ഒരു നന്മയില്ലെന്ന്. അത് ശരിയല്ല. ബൈബിൾ അനുസരിച്ച് തന്നെ മനുഷ്യനിൽ വികലമായ ദൈവിക സ്വരൂപമായി എന്നുള്ളത്, വികലമായ അത് വികലമായത് പാപം ചെയ്തത് കൊണ്ടാണ്. അപ്പം ഈ മനുഷ്യന് ദൈവത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ്, ഒരു ഇമേജ് ആയതുകൊണ്ട് ഒരിക്കലും ഒറിജിനലിൻ്റെ അതേ ക്വാളിറ്റീസ് ഒരു ഇമേജിന് കാണില്ല അല്ലേ? നമ്മൾ രാവിലെ നടക്കാനൊക്കെ പോകുമ്പം നമ്മളെക്കാളും മുന്നേ ഒരാൾ പോകാരാ. നമ്മളൊരു ചുവട് വെക്കും, പുള്ളിയും ഒരു ചുവട് വയ്ക്കും. നമ്മൾ 2 ചുവട് വെക്കും, പുള്ളിയും 2 ചുവട് വയ്ക്കും. ആരാ? ഷാഡോ അല്ലേ? നമ്മുടെ നിഴൽ. നമുക്കന്ന് തടിയും വണ്ണവും വീതിയും നീളവും ഒക്കെ ഉണ്ട് അല്ലേ? നിഴലിനോ 2 ഡിമെൻഷനുണ്ട്. നമുക്ക് 3 മാനങ്ങളുണ്ട്. സമയത്ത് നിഴലിന് വരുമ്പോൾ 2 മാനങ്ങളേ ഉള്ളൂ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്, സ്വരൂപത്തിലാണ്, ഇമേജിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് ദൈവത്തിൻ്റെ ക്വാളിറ്റീസ്, പെർഫെക്ഷൻ ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് മാൻ വാസ് നെവർ പെർഫെക്റ്റ് ആസ് ഗോഡ് ഈസ് പെർഫെക്റ്റ്. മനുഷ്യരൊരിക്കലും ദൈവം പെർഫെക്റ്റ് ആയിരുന്ന പോലെ ഒരിക്കലും പെർഫെക്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ പോലല്ല. അവനിൽ ദൈവിക സ്വരൂപത്തിൻ്റെ കുറേ കൂടെ ഉയർന്ന അളവുണ്ടായിരുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് വികലമായതുകൊണ്ട് അതേപോലെയുള്ള ഒരു ഉദാത്തത ഇന്ന് മനുഷ്യനെ കാണുന്നില്ല. മാത്രമല്ല, രാവിലെ സൈസോറിനോട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയായിരുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് വെച്ച് സൃഷ്ടിക്കാനും പറ്റുകയല്ല. പറ്റുമോ? ഗോഡ് ഈസ് ക്രിയേറ്റിംഗ് ഗോഡ്സ് ഇൻ ഹിസ് ഓൺ ഇമേജ്. പറ്റുമോ? ഇല്ലേ? പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഈ സൃഷ്ടിക്കുന്ന ആളിന് ഒരിക്കലും എറ്റേണിറ്റി കാണുകയില്ല. ഇപ്പം സൃഷ്ടിച്ചാലേ അല്ലേ? നമ്മൾ വീട്ടിൽ അച്ചപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മളിപ്പോൾ സൃഷ്ടിച്ചു വെച്ചേച്ച് ഇത് പണ്ടേ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഒരു നിത്യനായിട്ടുള്ള, അല്ലെങ്കിൽ നിത്യത എന്നുള്ള പെർഫെക്ഷൻ ഏതായാലും ഒരു മനുഷ്യന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സൃഷ്ടാവിന് തന്നെ പോലെയുള്ള ക്വാളിറ്റീസുള്ള ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ മനുഷ്യൻ വാസ്തവത്തിൽ പൂർണ്ണനായിരുന്നില്ല, എന്നാൽ പെർഫെക്റ്റ് ആയിരുന്നില്ല. എന്നാൽ അവന് ദൈവത്തിൻ്റെ പല സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് അവൻ ഇന്നത്തെ അവസ്ഥയിലായിരുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലാണ്. മനുഷ്യൻ പൂർണ്ണരായിരുന്നില്ല, പക്ഷേ യജമാനൻ്റെ ഉദ്ദേശത്തിന് യോഗ്യനോ ഉചിതമായവനോ ആയിരുന്നു. ഹി വാസ് സഫീഷ്യൻ്റ് ഇനഫ് ടു സാറ്റിസ്ഫൈ ദ വിൽ ഓഫ് ഗോഡ്. ദൈവം അവനെക്കുറിച്ച് എന്തുദ്ദേശിച്ചു അത് സമ്പൂർണമായിട്ടും നിവർത്തിക്കത്തക്ക കഴിവുള്ളവനായിരുന്നു. അവൻ ആ അർത്ഥത്തിൽ വേണ്ടതെല്ലാം ഉള്ളവനായിരുന്നു. ദൈവം അവനെക്കുറിച്ച് എന്തുദ്ദേശിച്ചു അത് ചെയ്യാനുള്ള എല്ലാ എൻഡോവ്മെൻറ്റ്സും, കഴിവുകളും, എല്ലാ ക്വാളിറ്റീസും അവന് ഉണ്ടായിരുന്നു. അത് പാപം ചെയ്തപ്പോഴാണ് നഷ്ടപ്പെട്ടത്. അവൻ്റെ അമർത്യത പോലും സ്വാഭാവികമായിരുന്നു, കണ്ടീഷനിലായിരുന്നു. അവൻ്റെ ഇമ്മോർട്ടാലിറ്റി, അനശ്വരത, മരിക്കുമോ മരിക്കത്തില്ലയോ, അത് കണ്ടീഷനിലായിരുന്നു അല്ലേ? ഇത് തിന്നാൽ നീ മരിക്കും. ദൈവത്തിൻ്റെയോ? ഗോഡ് കനോട്ട് ഡൈ. ഗോഡ് ഈസ് ഇമ്മോർട്ടൽ. ദൈവത്തിന് മരിക്കാൻ കഴിയുകയില്ല. അപ്പം മനുഷ്യൻ്റെ അമർത്യത അല്ലെങ്കിൽ മരണമില്ലായ്മ കണ്ടീഷനിലായിരുന്നു. ഈ പഴം നീ പറിച്ച് തിന്നരുത്, തിന്നാതിരുന്നാൽ നിനക്ക് ജീവിക്കാം, തിന്നാൽ നീ മരിക്കും. അപ്പം അവനെ ഒരിക്കലും നമുക്ക് ഒരു പെർഫെക്റ്റ് ബീയിങ് ആണെന്ന് ഒരിക്കലും ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി നമ്മൾ. ഓക്കെ. അപ്പം മനുഷ്യന് അവൻ്റെ പല ക്വാളിറ്റീസും ഇന്നത്തേതിലൊക്കെ ഉദാത്തമായിരുന്നു, ഉന്നതമായിരുന്നു. പക്ഷേ അവന് പരിപൂർണത അവകാശപ്പെടാനായിട്ട് സാധിക്കത്തില്ല. ഇസ് ഇറ്റ് ഓക്കെ? ആ ഒരു ചോദ്യം ഒറ്റ സ്ലൈഡിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. റെഡി? ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദൈവം എന്തിനാണ് മനുഷ്യനെ സ്വതന്ത്ര ഇച്ഛാശക്തിയോടെ സൃഷ്ടിച്ചത്? ഇല്ലെങ്കിൽ അവൻ വീഴുകയില്ലായിരുന്നല്ലോ. ഈ പൊല്ലാപ്പൊക്കെ എന്തിനാ ദൈവം ഉണ്ടാക്കി? കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവ് അവന് കൊടുത്തു. ഇന്ന് നമുക്കറിയാം റോബോട്ട്സൊക്കെ ഉണ്ട്.
എന്തിനു വേണ്ടി അതിനെ പ്ലാൻ ചെയ്യുന്ന അതനുസരിച്ച് ചെയ്യും. അല്ലെ കമ്പ്യൂട്ടർ ആണെങ്കിലും നമ്മൾ പ്രോഗ്രാം ചെയ്താൽ അതനുസരിച്ച് പ്രവർത്തിക്കും. അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ ആണെങ്കിൽ അത് വേണ്ടാത്ത പൊല്ലാപ്പ് ഏടാകൂടോ ഒന്നും ഉണ്ടാക്കില്ല. ഈവൻ മൃഗങ്ങൾ പോലും മനഃപൂർവ്വം തെറ്റ് ചെയ്യത്തില്ല. ഒരു മൃഗം അല്ലേ, ഏതെങ്കിലും ഒരു കാളച്ചേട്ടൻ, പോത്തൻ ചേട്ടൻ എന്ന് വിളിക്കാം, പോത്തൻ ചേട്ടന് കരുതി കൂട്ടി അടുത്ത വീട്ടിലെ പോത്തിനെ ഒന്ന് കുത്തണം. രാത്രി കയറൊക്കെ പൊട്ടിച്ച് അടുത്ത വീട്ടിലെ പോത്ത് ചേട്ടനെ കുത്താനായിട്ട് ഇത് പോകും? ഒരിക്കലും പോവുകയില്ല. അതിനങ്ങനെ പ്ലാൻ ചെയ്യാനും ചിന്തിക്കാനും ഒന്നുള്ള കഴിവില്ല. അത് ഇൻസ്റ്റിങ്ച്വലാണ്, അല്ലെങ്കിൽ ജന്മവാസന കൊണ്ടാണ് മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത്. ജന്മവാസനകൾ ജനിച്ചപ്പം തന്നെയുള്ളൊരു അതിനൊരു വാസനയുണ്ട്. ഒരു പശുക്കുട്ടി പിറന്നു വീണാൽ ഒരു 4 മണിക്കൂറിനുള്ളിൽ അത് പാല് കുടിച്ചിരിക്കും. ആരും ഡയറക്റ്റ് ചെയ്യണ്ട, അതിൻ്റെ അമ്മ പോലും ഡയറക്റ്റ് ചെയ്യണ്ട. ഇൻസ്റ്റിങ്ച്വലായിട്ട് അല്ലെങ്കിൽ ജന്മവാസന കൊടുത്തു തന്നെ അങ്ങനെ അതിനെ ആക്കി വെച്ചിരിക്കുക. പക്ഷേ ഒരു മനുഷ്യൻ അങ്ങനല്ല. ഒരു മനുഷ്യക്കുഞ്ഞിനെ അല്ലേ, ശ്യാമലിനോട് ചോദിച്ചാൽ മതി, എന്ത് പാടാ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നല്ലേ. എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ആഹാരം കഴിക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ അങ്ങേറ്റം അത് ചെയ്യുന്നത് കരയുക മാത്രമാണ്. അത് കരയുന്നത് ആഹാരത്തിനാണോ അതോ നമ്പർ 1-നാണോ നമ്പർ 2-നാണോ ഇതൊന്നും നമുക്കറിയാനും പറ്റത്തില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനങ്ങനെ ഇൻസ്റ്റിങ്ച്വലായിട്ടുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ അതൊരു മൃഗമാണെങ്കിൽ ഇൻസ്റ്റിങ്സ് ഉപയോഗിച്ച് അതിനെ ദൈവം നിയന്ത്രിക്കുന്നത്. അപ്പം ഈ മനുഷ്യൻ എന്തിന് ഈ സ്വതന്ത്ര അധികാരം കൊടുത്തു? പണ്ടൊരാളുടെ ഈ കൃഷിയും നെല്ലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന എലി കയറി അറുത്ത് തിന്നാൻ തുടങ്ങി. ആ പുള്ളി ആകെപ്പാടെ അങ്ങ് ബുദ്ധിമുട്ടായിട്ട് പുള്ളി ഇങ്ങനെ തന്നോട് തന്നെ ചോദിച്ചു, ആരാടാ ഈ എലീനെ നോഹയുടെ പെട്ടകത്തിൽ കയറ്റി വിട്ടത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നമെല്ലാം വന്നെന്ന് ചോദിച്ചായിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? നോഹയുടെ പെട്ടകത്തിൽ എലിയെ കയറ്റായിരുന്ന പോരായിരുന്നു, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ആ അപ്പച്ചൻ വിചാരിച്ചേക്കുന്നത്. പക്ഷേ എലിക്ക് ഒരു റോളുണ്ട്. എലിക്കും പാമ്പിനും തേളിനും എല്ലാത്തിനും റോളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന നമ്മുടെ ആവാസ വ്യവസ്ഥിതി നിലനിർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്പച്ചന് ഈ ആവാസ വ്യവസ്ഥിതിയെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അപ്പച്ചൻ ഇങ്ങനെ തൻ്റെ സിംപ്ലിസിറ്റി ചിന്തിച്ച്, ആരാടാ ഈ നോഹയുടെ വെട്ടത്തിൽ എലീനെ കയറ്റി വിട്ടെന്ന് എന്ന് പറഞ്ഞ പോലെ, ആരാടാ ഈ മനുഷ്യനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളവനായിട്ട്, തീരുമാനമെടുക്കാൻ സ്വതന്ത്രമായിട്ട് കഴിവുള്ളവനായിട്ട് സൃഷ്ടിച്ചത്? അതല്ലേ ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം? ഇത് ഞാൻ സാങ്കല്പികമായിട്ട് ചോദിക്കുന്നതല്ല. ചില ക്യാമ്പിലൊക്കെ പിള്ളേർ, ബാബു സാറും ഞങ്ങളൊക്കെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കും, ഞങ്ങളോട് ചോദിക്കുന്നതാണ്. സജിയൊക്കെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. എന്തിനാ ഈ സ്വതന്ത്ര ഇച്ഛാശക്തി കൊടുത്തത്? അതല്ലേ ഈ പ്രശ്നം മുഴുവൻ? ഓക്കെ, മനുഷ്യൻ്റെ ഉത്കൃഷ്ടത, പര്യവേക്ഷണം, ധാർമ്മിക പെരുമാറ്റം തുടങ്ങിയ എല്ലാ സവിശേഷ ഗുണങ്ങൾക്കും കാരണം സ്വതന്ത്ര ഇച്ഛാശക്തിയാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അവൻ്റെ ഇച്ഛാശക്തിയാണ്. ഇച്ഛാശക്തി ഉപയോഗിക്കാൻ മേലാത്ത ചില കുഞ്ഞുങ്ങളുണ്ട്. വളരെ സങ്കടം അവരെ കാണുമ്പോഴല്ലേ, വെജിറ്റബിൾ പോലെ കിടക്കുന്ന. അവർക്ക് പോലും ചില ഇച്ഛാശക്തികൾ എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ സെറിബ്രൽ പാൾസിയൊക്കെ വന്ന ആ കുഞ്ഞുങ്ങൾക്ക് പോലും ചില ഇച്ഛാശക്തികളുണ്ട്. അപ്പോൾ ഈ മനുഷ്യന് ഇച്ഛാശക്തിയുണ്ട്. ഈ ഇച്ഛാശക്തിയാണ് അവനെ ഉത്കൃഷ്ടനാക്കുന്നത്. അതാണ് അവനെ പരിവേക്ഷണത്തിന് വിടുന്നത്, എക്സ്പ്ലോറേഷന് വിടുന്നത്. അതാണ് ഡിസ്കവറിയുടെ എല്ലാ അടിസ്ഥാനം അല്ലേ. ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു 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 കുരുവിയുടെ കൂടെടുത്ത് നോക്കിയാൽ അത് ഇന്നത്തെ പോലെ തന്നെയായിരിക്കും. AC പോലും വെച്ച് പിടിപ്പിച്ചിട്ടില്ല ഇപ്പോഴത്തെ കുരുവികളല്ലേ. കുരുവി അതുപോലെ തന്നെ, അതിന് ഇന്നൊവേഷനൊന്നും ചെയ്യാനുള്ള കഴിവില്ല. എന്താ മനുഷ്യൻ്റെ ഉത്കൃഷ്ടത? അവനെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കല്ല, ചെയ്തത് തന്നെ ചെയ്യാൻ. നിനക്കിഷ്ടമുള്ളത് ചെയ്തോ, പക്ഷേ എനിക്കെതിരെ ഒന്നും ചെയ്യരുതെന്നുള്ളത് മാത്രമേ ദൈവം പറയുന്നുള്ളൂ. കാരണം അത് ദൈവത്തിൻ്റെ അസൂയ കൊണ്ടൊന്നുമല്ല. എനിക്കെതിരെ ചെയ്താൽ നിനക്ക് പണി കിട്ടും, അതുകൊണ്ട് ആ പണിക്കൊന്നും പോകരുത്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ, വിളക്കൊക്കെ ആസ്വദിച്ച പക്ഷേ അതേ കയറി പിടിക്കരുത്, കൈകൊള്ളൂ എന്ന് പറയുന്ന പോലെ, അത്രയേ ഉള്ളൂ. ബാക്കി ഔട്ടർ ബൗണ്ടറിയൊക്കെ വരച്ചു തന്നിട്ടുണ്ട്, ബാക്കി നമുക്ക് ഫ്രീ വില്ല് തന്നേക്കാം. അപ്പം നമ്മുടെ ഉത്കൃഷ്ടത, ഉയർച്ച, മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ സകല ഗുട്ടൻസും ഇരിക്കുന്നത് നമ്മുടെ ഫ്രീ വില്ലിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, എനിക്ക് നീ ഫ്രീ വില്ല് തരണ്ടായിരുന്നു, എന്നെ ഒരു കഴുതയെപ്പോലെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. പ്രാർത്ഥിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അയ്യോ, മനുഷ്യത്വം എന്ന് പറയുന്ന, മനുഷ്യ ഗുണമെന്ന് പറയുന്നതാണ്
നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ദൈവിക ദാനങ്ങളിൽ ഒന്ന്, അല്ലേ? അപ്പോൾ അതൊരു ഏടാകൂടമോ ശല്യമോ ഒന്നും അല്ല. നേരെ ചൊവ്വേ ഉപയോഗിച്ചാൽ ഭയങ്കര റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന, ദൈവത്തെ പ്രസാദിപ്പിച്ച് നിത്യത മുഴുവൻ പ്രതിഫലം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമായി ഫ്രീ വില്ല്. നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ്, മനുഷ്യനെ മനുഷ്യനാക്കുന്നതാണ്. അപ്പം ദൈവം ഒരു മണ്ടത്തരമോ ഒരു അബദ്ധമോ ഒന്നും കാണിച്ചതല്ല. ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിപ്പോയി ഇവനെ, ഇപ്പം ഇനി എന്നോ ചെയ്യാനാ തമ്പുരാനെ, തമ്പുരാനെ എന്ന് വിളിക്കാൻ തമ്പുരാൻ വേറെ തമ്പുരാനില്ല അല്ലേ, എന്നൊന്നും പറഞ്ഞിരിക്കുന്ന ആളല്ല ദൈവം. ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു ഉദാത്തതയുള്ള ഉത്കൃഷ്ടതയുള്ള മനുഷ്യൻ വേണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും ഔന്നത്യം, ക്ലൈമാക്സ്, ഉന്നതമായ സൃഷ്ടി അതായിരുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തോട് റെക്കമെൻഡ് ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല ഈ മനുഷ്യനെ ഈ ഫ്രീ വില്ലൊന്നും കൊടുത്ത് നീ സൃഷ്ടിക്കരുതായിരുന്നു, ഭയങ്കര അബദ്ധമായി പോയി ദൈവമേ എന്നൊന്നും പറയാനായിട്ടുള്ള സ്കോപ്പ് ഇല്ല. ഓക്കെ, ഉണ്ട്. അതുകൊണ്ടാണല്ലോ പാപം ചെയ്യാൻ പറ്റുന്നത്. സാത്താനായതും അതുകൊണ്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും കോടിക്കണക്കിന് അണ്ണന്മാർ പാപം ചെയ്തു. യൂദയുടെ ലേഖനത്തിലൊരു റെഫറൻസ് ഉണ്ട്, പിശാചിനോടൊപ്പം. അതെ. രണ്ട് കാര്യങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, അവരെപ്പോഴും ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുക, അപ്പോൾ അതിൻ്റെ സുഖം അവർക്കറിയാം. നേരെ ചൊവ്വേ ആരാധിക്കുന്നവർക്ക് അതിൻ്റെ സുഖം അറിയാം. രണ്ട്, അവരുടെ ഇൻഫർമേഷൻ ദൈവത്തെക്കുറിച്ചുള്ളത് നമ്മളെക്കാളും കൂടുതലാണ്. ദേ നോ മോർ അബൌട്ട് ഗോഡ്സ്. അപ്പോൾ അതുകൊണ്ട് സ്വയം സമർപ്പിതരായവർ പിന്നെ അത് വിട്ടുപോകാൻ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഇടയ്ക്ക് ചില കൃമികൾക്കൊക്കെ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ സമാഗമ പർവ്വതത്തിൽ ഇരുന്നൊന്ന് അരുളിയാൽ എന്നാന്നുള്ള ചില സംശയമൊക്കെ തോന്നുന്നു. അങ്ങനെ വരുമ്പോഴാണ് സാത്താനാകുന്നത്. അപ്പം ദൂതന്മാർക്കും തെറ്റ് പറ്റിയവർ ധാരാളമുണ്ട്. പിശാചിനോടൊപ്പം ഒരു വലിയ പറ്റം, അല്ലെങ്കിൽ സാത്താനോടൊപ്പം വലിയ പറ്റം ദൂതന്മാരും വീണുപോയതായിട്ടാണ് നമ്മൾ യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നത്. ഓക്കെ, ദൈവത്തിന് പരമാധികാരിയും സർവശക്തനുമായ ദൈവം പരമാധികാരിയും ആയതിനാൽ അവനല്ലാതെ മറ്റാർക്കും അവനൊരു പരിധിയും നിശ്ചയിക്കാൻ കഴിയത്തില്ല. നമ്മളത് നേരത്തെ കണ്ടതാണ്. ദൈവം സർവശക്തനാണ്. അപ്പം ദൈവത്തിന് ഇത്രയും മതി, ഇത് വേണ്ടായിരുന്നു എന്നൊന്നും പറയാനായിട്ട് ആർക്കും പറ്റിയല്ല. പരമാധികാരിയാണ്, സോവറിനാണ്, ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ ഒരാൾക്ക് നിയന്ത്രിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാരാ? അവന് തന്നെ. അല്ലെങ്കിൽ ദൈവത്തെ ഏതെങ്കിലും കാര്യം ചെയ്യാതെ തടയുന്ന ഏക കാര്യമേ ഉള്ളൂ, ദൈവം തന്നെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ഗോഡ് കനോട്ട് ലൈ. ദൈവത്തിന് തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല, ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ഗോഡ് കനോട്ട് ഡിനേ ഹിംസെൽഫ്. അവന് തന്നെ ത്യജിക്കാൻ കഴിയുകയില്ല. ദൈവം ദൈവത്തെ നിയന്ത്രിക്കുന്നുണ്ട്, അല്ലാണ്ട് വേറൊരാൾക്ക്. അപ്പം ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യത്തിലും ദൈവത്തെ സംബന്ധിച്ച് ദൈവം തന്നെ എടുത്ത ബെസ്റ്റ് ഡിസിഷനാണ് അവൻ്റെ സർവാധികാരത്തിലെടുത്ത ഡിസിഷനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം അവൻ്റെ സ്വഭാവമോ ഗുണങ്ങളോ ആണ്, അതിനാൽ അവൻ്റെ സ്നേഹം അവനെ നിയന്ത്രിക്കും. ദൈവം എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സാണ്. അതാണ് ദൈവം സ്നേഹമാകുന്നു എന്നൊരു പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അല്ലേ? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 2 പറഞ്ഞിട്ടുണ്ട് ദൈവം സ്നേഹമാകുന്നു. 8-ാം വാക്യത്തിലും കാണുന്നുണ്ട്. പിന്നീട് താഴോട്ട് വരുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈക്വൽസ് ഹിസ് ആട്രിബ്യൂട്ട്സ്. ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തെ നിയന്ത്രിക്കുന്നത് ഒരു പ്രധാന ഘടകം. അപ്പം നരകം സൃഷ്ടിക്കുന്നതോ ദൈവത്തിൻ്റെ സ്നേഹം, സ്വർഗം സൃഷ്ടിക്കുന്നതോ ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യനെ സൃഷ്ടിച്ചതോ ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യനെ പാപത്തിൽ വീണ് കഴിയുമ്പോൾ രക്ഷിക്കുന്നതോ ദൈവത്തിൻ്റെ സ്നേഹം. ഗോഡ് ഈസ് ഈക്വൽ ടു ഹിസ് ആട്രിബ്യൂട്ട്സ്. നമ്മൾ സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവം സ്നേഹവാനാണ്. സ്വതന്ത്ര ശക്തി മനുഷ്യന് ഗുണകരമാണ്. മനുഷ്യനെ മനുഷ്യനാക്കി നമ്മളത് കണ്ടു കഴിഞ്ഞു, അല്ലേ? അതുകൊണ്ട് സ്നേഹമായ ദൈവത്തിന് മനുഷ്യന് ഗുണം വരുന്ന ഒരു കാര്യം തടയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് നോട്ട് ടു ലവ് us, നോട്ട് ടു ഡിസയർ അവർ ബെനഫിറ്റ്. ദൈവം സ്നേഹവാനായതുകൊണ്ട് നമുക്ക് ഗുണം വരുന്ന ഒരു കാര്യവും തടയാൻ കഴിയുമായിരുന്നില്ല. മനുഷ്യനെ ഉത്കൃഷ്ടനാക്കുന്നത് എന്താ? ഫ്രീ വില്ല.
അപ്പം സ്നേഹവാനായ ദൈവത്തിന് ഈ മനുഷ്യൻ്റെ ഫ്രീ വില്ല് തടയാൻ ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ് തടയാൻ പറ്റാത്തത്? വേറെ ആരും കാരണമല്ല, തൻ്റെ സ്നേഹം ഇങ്ങനെ ആയതുകൊണ്ട് ഗോഡ് കനോട്ട് ഡു അതർവൈസ്. അപ്പം ഈ ഫ്രീ വില്ല് മനുഷ്യന് കൊടുത്തത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിദർശനമാണ്. സാത്താൻ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് പാപം ചെയ്യിക്കുമെന്ന ഭയത്താൽ ദൈവം തൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ അവനെ താഴെ പറയുന്ന 2 കാരണങ്ങളാൽ ദൈവമല്ലാതാക്കുമായിരുന്നു. ദൈവമല്ലാതായതിന്. എടാ, ഞാൻ ഈ ഫ്രീ വില്ലൊക്കെ കൊടുത്ത് വലിയ കാര്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുക. ആ പിശാചെന്ന് പറഞ്ഞൊരു തല്ലിപ്പൊളി നടക്കുന്നുണ്ട്, അവൻ ഇവനെ തെറ്റിക്കും, എന്നാൽ പിന്നെ സൃഷ്ടിക്കണ്ട എന്ന് ദൈവം എടുത്താൽ ദൈവമല്ലാതാകും. 2 കാരണങ്ങൾ കൊണ്ട്. വേറെയും കാരണങ്ങളുണ്ട്. ദൈവമല്ലാതായിപ്പോവും. അതെന്തൊക്കെയാ? ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെട്ട ദൈവം ഒരു പരാജിതനാകും. ഓൾമൈറ്റി പരാജിതനാകുക എന്നോ? ഒരു ഡിഫീറ്റഡ് ഗോഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. സർവശക്തനാണ്. തനിക്ക് എതിരെ നിൽക്കുന്ന എല്ലാറ്റിനെയും പൊടിയാക്കി കളയാൻ, പൊടി വേണ്ട, ഒന്നുമില്ലാതാക്കി കളയാൻ കഴിയുന്നവനാണ് ദൈവം, അല്ലേ? അപ്പം ദൈവത്തിനൊരു പരാജിതനാകാൻ പറ്റില്ല. പരാജിതനായാൽ എന്തു പറ്റും? ദൈവമല്ലാതാക്കും. അപ്പം ദൈവം ഇരുന്ന് ആലോചിച്ചപ്പം ഞാൻ അപ്പം ഒരു സൃഷ്ടി പദ്ധതിയൊക്കെ ഇടുകയാണ്, അതിലേറ്റവും ടോപ്പ് ക്ലാസ് മനുഷ്യനാണ്. പക്ഷേ ഈ മനുഷ്യനെ അവനെ സൃഷ്ടിക്കുമ്പോൾ അവന് ഫ്രീ വില്ല് കൊടുത്തേ പറ്റൂ. അങ്ങനെ ഫ്രീ വില്ല് കൊടുക്കാൻ പോയാൽ ഒരു പാരയുണ്ട്, മറ്റേ പുള്ളി ഇങ്ങനെ നടക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം ആ പുള്ളി ഇത് കുളമാക്കും, എന്നാൽ പിന്നെ വേണ്ട, പദ്ധതി ഡ്രോപ്ഡ്. പറ്റുമോ? പറ്റത്തില്ല. പിശാചിനെ ഭയപ്പെട്ട് പദ്ധതി നടപ്പിലാക്കണ്ട എന്ന് വിചാരിച്ചാൽ പിശാച് ദൈവത്തിൻ്റെ ദൈവമാകും, അല്ലേ? ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ട് ഒരു കാര്യം ചെയ്യാതിരുന്ന തോറ്റു തുന്നം പാടുക, അല്ലേ? ശരിയല്ലേ? ഒരു പരാജിത രാജ്യമായി മാറുക, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മറിക്കാൻ പിശാചിന് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവമല്ല. ദൈവം അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കത്തുമില്ല. പിശാച് വിചാരിച്ചാൽ അത് നടക്കത്തുമില്ല. ദൈവമല്ലാതാകുന്ന പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഈ ചോദ്യം ചിന്തിക്കുമ്പോൾ, മനുഷ്യനെ ഫ്രീ വില്ലില്ലാതെ സൃഷ്ടിച്ചാൽ പോരായിരുന്നുവോ? പിന്നീട് നമ്മളൊരു ചോദ്യം കൂടി ചിന്തിക്കും. ഓക്കെ, മനുഷ്യനെ സൃഷ്ടിക്കാതെ ഫ്രീ വില്ല് കൊടുക്കണം. ഫ്രീ വില്ല് കൊടുത്താൽ പാപം ചെയ്യും, കാരണം പിശാച് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കേണ്ടതെന്നങ്ങ് തീരുമാനിച്ചുകൂടായിരുന്നു. അത് നമുക്ക് പിന്നീട് ഒരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ വില്ലിനെ കുറിച്ചാണ്. ഓക്കെ, സൃഷ്ടിക്കാൻ പോവുക, 2 കാലും 2 കൈയും തലയൊക്കെയുള്ള ഒരു ഫ്രീ വില്ലില്ലാത്ത ഒരു ജന്തുവായിട്ട് അങ്ങ് സൃഷ്ടിച്ചാൽ പോരായിരുന്നു. അത് പറ്റത്തില്ല. കാരണം ഏറ്റവും ഉദാത്തമായ ഉയർന്ന സൃഷ്ടിയെ സൃഷ്ടിക്കുക എന്നുള്ള പദ്ധതി ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ ദൈവമല്ലാതാകും. ഗോഡ് കനോട്ട് എഗ്രി ടു ദാറ്റ്. 2, ദൈവം സാത്താനെ ഭയപ്പെടുന്ന ദൈവമാകുമായിരുന്നു. പേടിയാ. ദൈവത്തിന് സാത്താനെ പേടിയാ. നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഈ കൊടിച്ചിപ്പട്ടിയൊക്കെ അതിലെ വരട്ടെ, ഈ സ്ട്രീറ്റ് ഡോഗ്സ് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു പേടിയല്ലേ? നമ്മൾ ഒതുങ്ങി അടുത്ത പറമ്പിൽ കൂടെ ഒക്കെ കയറിപ്പോകും എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്നേ. ഗോഡ് ഈസ് ഗോഡ്. ഹി കനോട്ട് ബി സ്കെയർഡ് ഓഫ് സൈറ്റൻ. ഹി കനോട്ട് ബി സ്കെയർഡ് ഓഫ് എനിബഡി. പിശാചിനെ കുറിച്ച് ഭയചകിതനായിരിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നടക്കുകയില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ ദൈവമല്ലാതാകും. അപ്പം മനുഷ്യനെ ഫ്രീ വില്ലില്ലാതെ സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയെ വരുന്നില്ല. ഇനിയും പിന്നീട് നമ്മൾ മനുഷ്യനെ സൃഷ്ടിക്കാതിരുന്നാൽ പോരെ എന്നുള്ള ചോദ്യം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ചർച്ച ചെയ്യും. ദൈവത്തിന് ഇവനെ കുളമാക്കിയാലും നേരെയാക്കാൻ എനിക്കറിയാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെ പുത്രനെ ബലി കൊടുത്താന്നേലും തെറ്റിപ്പോകുന്ന മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ധൈര്യമായിട്ട് മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം ഗോഡ് ഈസ് നോട്ട് എ ഫൂൾ. ദൈവം ഒരു വിഡ്ഢിയല്ല, അബദ്ധത്തിന് പറ്റിയതല്ല. ദൈവത്തിന് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത കൊണ്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും
അത് നല്ലൊരു ചോദ്യം. എന്തുകൊണ്ടാണ് പിശാച് ഈ പണിക്ക് പോകുന്നത്? സിന്നിന് ഒരു ഡെല്യൂഷൻ ഉണ്ട് എപ്പോഴും. സിൻ ഹാസ് എ ഡെല്യൂഷൻ. ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു മിഥ്യാധാരണയുണ്ട്. അത് സാർ നമ്മൾ മനോരോഗത്തിലൊക്കെ പറയുമല്ലോ, ഡെല്യൂഷണൽ ഡിസീസ്. സിന്നിന് എപ്പോഴും ഒരു ഡെല്യൂഷനുണ്ട്. അതെന്താണെന്നറിയാമോ? എന്നെക്കൊണ്ട് ഇതൊരു പക്ഷേ ചെയ്യാൻ പറ്റിയാലോ? നമുക്കറിയാം ഇപ്പോഴുള്ള ഈ കേസുകളിലൊക്കെ എങ്ങനെയാണ് പിടിക്കുന്നത്? മൊബൈലൊരു പ്രധാന കാര്യം അല്ലേ? എവിടെയെങ്കിലും കൊണ്ടിട്ട് മൊബൈൽ വെച്ചാൽ പിടിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ തീർന്ന് കൊന്നു, മൊബൈലുമായിട്ടാണ് പോകുന്നത്. മൊബൈലില്ലാതെ പോകാൻ പറ്റുകയില്ല. ശരീരത്തിൽ കെട്ടി വെച്ചേക്കുന്ന പോലെ മൊബൈൽ ഇപ്പം മനുഷ്യർക്ക് അല്ലേ? അപ്പം മൊബൈലും കൊണ്ടാണ് കൊല്ലാൻ പോയത്. അപ്പം ലൊക്കേഷൻ അവിടെ ഉണ്ട്. ഇത് വെച്ചാൽ പോലീസ് മിക്കവാറും എണ്ണത്തെ പിടിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ കൊലപാതകികളൊക്കെ ചിന്തിക്കുന്നുണ്ട്, അവൻ അങ്ങനെ പറ്റിയത് ഇന്നതുകൊണ്ടാണ്, എനിക്ക് പറ്റുമായിരിക്കും ഇത് ഒഴിവാക്കി രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഇവനും മൊബൈൽ കൊണ്ട് പോകും, ഇവനെയും പിടിക്കും. ഇവൻ ചിലപ്പം വേറൊരാടെ കട്ട മൊബൈലും കൊണ്ടായിരിക്കും പോകുന്നത്. പക്ഷേ കട്ട മൊബൈലിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഇവനെ പിടിക്കും. സിന്നിനൊരു ഡെല്യൂഷനുണ്ട്. ആ വാക്യം ഇതാണ്, 2 തെസ്സലോനിക്കർ 2:11. 2 തെസ്സലോനിക്കർ 2:11. മൈക്കുള്ളവരൊന്ന് വായിച്ചാൽ. ഞാൻ തന്നെ വായിക്കാം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇതിനൊരു നല്ല ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയാമോ? ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ബൈബിളിൽ നിറയെ ഇതിൻ്റെ ഉദാഹരണമാണ്. ആഹാബ്, ഈ ഉപദേശമാരൊക്കെ അവരുദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇത് സമ്മതിക്കുള്ളൂ. അതാണൊരു കുഴപ്പം. ജൂഡാസ് യേശുക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന. വേറെ അനന്യാസ് ആൻഡ് സഫീറ. പിന്നെ ഫറവോനെ ചിന്തിച്ചു നോക്കി, എത്ര അത്ഭുതങ്ങൾ അവൻ്റെ അവിടെ ചെയ്തല്ലേ? എത്ര 10-15 ചെയ്തെന്നേ. വടിയിട്ട് പാമ്പാക്കി, പാമ്പിനെ വടിയാക്കി, എന്തെല്ലാം പരിപാടി ചെയ്തല്ലേ? ഇതൊക്കെ കണ്ടവൻ സ്വന്തം മോനെ കൊണ്ട് അടക്കിയേച്ച് അടുത്ത പടി എന്നാ ചിന്തിക്കുന്നേ? ചിലപ്പോൾ എനിക്ക് ഇവരെ തിരിച്ചു പിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് ഡെല്യൂഷൻ. സിൻ ഹാസ് ഡെല്യൂഷൻ. ഇതെപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് ആ തെറ്റൊരു ഡെല്യൂഷൻ ഉണ്ടാക്കും. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ്. അത് ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ നിയമം? ഈ തെറ്റ് ചെയ്യുന്നവന് അതിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കണം. അതിനു വേണ്ടി അവനെ കൊണ്ടുള്ള മണ്ടത്തരം എല്ലാം ചെയ്യത്തക്ക വിധത്തിലാണ് നമ്മുടെ ഡിസൈൻ. മനസ്സിലായോ? ആ വാക്യം ഒന്നുകൂടെ വേണേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ തെറ്റ് ചെയ്യുന്നവർക്ക് ശരിക്കുള്ള ശിക്ഷ കൊടുക്കത്തക്ക വിധത്തിൽ ഫോഷ്ക്ക്, അതായത് അനീതിയിൽ രസിക്കുന്ന ഏവർക്കും. രസത്തിലാണ് തുടങ്ങുന്നത്. ഇങ്ങനെ ട്രീം ചെയ്യും. പിശാചും അതാ ചെയ്തത്. എടാ, ഒരു വിധത്തിലെങ്ങാനും പറ്റിയാൽ, ദൈവത്തിൻ്റെ സമാഗമപർവ്വതത്തിൽ ഒന്ന് ഇരുന്നരളാൻ പറ്റിയാൽ, ഈ ദൈവത്തിൻ്റെ ദൈവമായാൽ എന്ത് രസമായിരിക്കും. പുള്ളി അനീതിയിൽ രസിച്ചു തുടങ്ങി. അപ്പം ദൈവത്തിൻ്റെ ഒരു നിയമമുണ്ട്. അനീതിയിൽ രസിക്കുന്നവർ കൂടുതൽ പ്രോബ്ലത്തിൽ ചെന്ന് ചാടാനായിട്ട് പൊട്ടത്തരം കാണിക്കണം. അതാണ് പാപത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അനീതിയെ സംബന്ധിച്ചുള്ള. അപ്പോൾ അവർക്ക് വ്യാജം വിശ്വസിക്കാനുള്ള കഴിവ് ദൈവം കൊടുക്കുക. അത് ഓരോരുത്തരെയും പിടിച്ചാണ്. വാടാ മോനെ യൂതേ, നിനക്ക് ഞാൻ വ്യാജം വിശ്വസിക്കാനൊരു കഴിവല്ല. ഇത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ്. ഇറ്റ് ഈസ് എ ലോ ഓഫ് ഗോഡ്. മനുഷ്യനെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നീ മനഃപൂർവ്വമായിട്ട് അനീതിയിൽ രസിക്കാൻ തുടങ്ങിയാൽ അൾട്ടിമേറ്റ്ലി നീ അതിൻ്റെ ഫലം കൊയ്തിരിക്കും. ഇന്നത്തെ നമ്മുടെ പോർണോഗ്രഫിയൊക്കെ എൻജോയ് ചെയ്യുന്ന നമ്മുടെ യുവസമൂഹമൊക്കെ അതിൻ്റെ പേ ചെയ്യുന്നുണ്ടല്ലേ? തെറ്റാന്നറിയാം. അതുപോലെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. വ്യാജത്തിൽ രസിക്കുന്നവർ അതിൽ തന്നെ പെട്ടുഴന്ന് അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കണം, ശിക്ഷ വാങ്ങിക്കത്തക്ക വിധത്തിൽ വ്യാജം വിശ്വസിക്കാനുള്ളൊരു സിസ്റ്റം ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെൽഫ് സസ്റ്റെയിനിങ് സിസ്റ്റമാണ്. ദൈവം ഓരോരുത്തരെയും പിടിച്ച് വാടാ ഫറവോനെ, നിന്നെ ഞാൻ കഠിനമാക്കാം, നീ ഇങ്ങനെ ചെയ്തൊന്നും പറയേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ വയറിങ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സാറേ,
ഓരോരുത്തരുടെ കാര്യത്തിലും ദൈവം ഇടപെടുന്നതിനേക്കാൾ ദൈവം ഒരു നിയമമായിട്ട് തന്നെ വെച്ചേക്കുക. അതാണ് ഈ പരിണിത ഫലം എന്ന് പറയുന്നത്. പാപത്തിന് പരിണിത ഫലമുണ്ട്. അത് നമ്മൾ ഗലാത്യർ 6:10 തോന്നുന്നു, വിതയ്ക്കുന്നത് 8 തോന്നുന്നു. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അത് ദൈവത്തിൻ്റെ റൂളാണ്, ഒരു ലോയ. വിതയ്ക്കുന്നത് കൊയ്യണം. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചേക്കുക. നമ്മൾ മലയാളത്തിൽ പറയില്ല, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. അതൊരു നിയമമാക്കി വെച്ചേക്കുക. അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതേ എന്ന് പറഞ്ഞതുപോലെ അനീതിയിൽ രസിക്കുന്നവർ ആപത്തിൽ പെടത്തക്ക വിധത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടി. അതാണ് അഡിക്ഷൻ്റെയും പ്രിൻസിപ്പിൾ. കള്ളു കുടിക്കണോ? കുടിച്ചോ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഒരു നാളിൽ ഇത് നിൻ്റെ കരളുരുക്കും. ഓരോ പാപം എടുത്താലും അൾട്ടിമേറ്റ്ലി അതിന് തക്കവണ്ണം കൊയ്യത്തക്ക വിധത്തിൽ ദൈവം ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സൃഷ്ടിയിൽ തന്നെ ദൈവം ചെയ്തിരിക്കുന്നതാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ ഓരോ വ്യക്തികളെയും പിടിച്ചാൽ എന്നാൽ നിനക്കിതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു രീതി അല്ല ഈ ലോകത്തോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ. ദൈവം അങ്ങനെ ഇടപെടുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടും. അതുപോലെ ദൈവമക്കളെ പീഡിപ്പിക്കുമ്പോഴും ആ പ്രൊവിഷൻസിൻ്റെ കാര്യത്തിലൊക്കെ ധാരാളം അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബൈ ആൻഡ് ലാർജ് ദൈവത്തിൻ്റെ ഒരു രീതി അതല്ല. അപ്പം ദൈവം അങ്ങനെ ഒരു നിയമം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഓക്കെ, മൂവ് ഓൺ ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, മനുഷ്യൻ വീഴ്ചയ്ക്ക് മുമ്പ് നന്മയും തിന്മയും എന്താണെന്ന് അറിഞ്ഞിരുന്നുവോ? അപ്പോൾ ആ ചോദ്യം കഴിഞ്ഞു. നേരത്തെയുള്ള ചോദ്യം, ഉണ്ടാക്കാതിരിക്കുകയല്ലായിരുന്നോ ഭേദം? എന്നിട്ട് സ്വന്തം പുത്രനെ കൊല്ലേണ്ട ഗതികേട് വന്നില്ലേ ദൈവമേ? ദൈവത്തെ സംബന്ധിച്ച് അതൊന്നും ഗതികേടല്ല. തൻ്റെ സ്നേഹത്തിന് ആ വ്യാകരണ പുസ്തകത്തിൽ ഗതികേടെന്നൊരു പദമില്ല, അല്ലെ ആ ഡിക്ഷണറിയിൽ ഗതികേടെന്നൊരു ഒരു കാര്യമില്ല. ഓക്കെ, നമുക്കിതിലേക്ക് വരാം. മനുഷ്യൻ വീഴ്ചയ്ക്ക് മുമ്പ് നന്മയും തിന്മയും എന്താണെന്ന് അറിഞ്ഞിരുന്നുവോ? എന്തു പറയുന്നു? വീഴ്ചയ്ക്ക് മുമ്പേ നന്മയും തിന്മയും അറിയാമായിരുന്നുവോ? യെസ് ഓർ നോ? യെസ്, നോ? നന്മയും തിന്മയും, ഇത് നന്മ ഇത് തിന്മ എന്ന് വകതിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ടായിരുന്നോ? അതോ പാപം ചെയ്തപ്പോഴാണോ ഈ കഴിവ് കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ പാപം ചെയ്തൊരു നല്ല കാര്യമല്ലേ? എടാ, വാലും തലയും തിരിച്ചറിയാത്ത ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നവന് പാപം ചെയ്തത് കാരണം നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, അനേക ക്യാമ്പുകളിൽ പിള്ളേർ ചോദിച്ചിട്ടുള്ള. ആ പാമ്പ് ചെയ്തൊരു സേവനമല്ലേ? നന്മയും തിന്മയും അറിയത്തക്ക വിധത്തിൽ മനുഷ്യനെ ഉയർത്തിയെടുത്തില്ലേ? ശരി തെറ്ററിയാത്ത ഒരു ജീവിയായിരുന്നു ആ മനുഷ്യൻ. യൂനിസ് ചിരിക്കുന്നുണ്ട്. നന്മയും തിന്മയും അറിയായിരുന്നോ? യെസ്, അറിയാമായിരുന്നു. അതെ, നന്മയും തിന്മയും എന്താണെന്ന് വീഴ്ചയ്ക്ക് മുമ്പ് തന്നെ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഒരു മൃഗതുല്യനായിട്ട് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്തവനായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നന്മയും തിന്മയും അറിയുന്നവനായിട്ട് തന്നെയായിരുന്നു. എന്താ പിന്നീട് വാക്യമുണ്ട്, അവനിപ്പോൾ നമ്മെപ്പോലെ ആയിരിക്കുന്ന ദൈവം പറയുന്ന വാക്യമൊക്കെ ഉണ്ട് അല്ലേ? എന്തു പറയുന്നു? അത് അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞേ പറ്റും. മരിക്കും മരിക്കും. പക്ഷെ മരണമെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലായി കാണണം. കാരണം അവന് മനസ്സിലാകാത്ത രീതിയിൽ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ഒരു പക്ഷേ ദൈവം വിശദീകരിച്ച് കാണും വാട്ട് ഈസ് ഡെത്ത്. കാരണം ബൈബിളിൽ ഈ ദൈവമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് മുഴുവൻ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ആവശ്യമുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. യേശു ക്രിസ്തു ചെയ്ത അനേക കാര്യങ്ങൾ എഴുതിയിട്ടില്ലെന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വാക്കുകൾ മാത്രമേ ദൈവവും
ആദവുമായിട്ട് സംസാരിച്ചു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല എല്ലാ ദിവസവും ഈവനിങ് വാക്കിന് ഒരുമിച്ച് പോകുന്നുണ്ട്. എന്തേലുമൊക്കെ വർത്താനം പറയാതെ എന്ത് ഈവനിങ് വാക്കാ അല്ലേ? രണ്ട് കാര്യങ്ങളുണ്ട് അതിന്. ഒന്ന്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന ദൈവമാണ് ദ ബെസ്റ്റ് ടീച്ചർ. രണ്ട്, ഇന്നത്തെക്കാളും കപ്പാസിറ്റി അവനൊന്നുണ്ട്, വീണിട്ടില്ല. ഓക്കെ, ഇത് നോക്കിക്കേ, രണ്ട് ഉദാഹരണങ്ങൾ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇപ്പം നന്നല്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവും. അതൊരു തിന്മയാണ്. നീ ഏകനായിരിക്കുന്ന ഒരു തിന്മയാണ്, അത് നന്നല്ല. നീ പഴം പറിച്ചു തിന്നാൽ അത് നന്നല്ല. പഴം പറിക്കാതിരിക്കുന്നത് നല്ലതാണ്. അറിയാമായിരുന്നു? അറിയത്തില്ല, പിന്നെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ അത്? അല്ലെങ്കിൽ ഒരു പെണ്ണുമ്പിള്ളയെ കൊണ്ട് മുന്നേ നിർത്തിയപ്പോൾ വൗ അല്ലേ? ആ സ്ത്രീ തൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്, ഗുഡ് ഫോർ മീ എന്ന് അവന് മനസ്സിലായതുകൊണ്ടാണ് അതിന് കവിത എഴുതിയേ. ഇപ്പം പലരും കല്യാണത്തിന് മുമ്പാണ് കവിത എഴുതുന്നത്. നാദാം ഭാര്യയെ കൊണ്ട് മുന്നേ നിർത്തിയപ്പം തന്നെ കവിത എഴുതി. ഓക്കെ അല്ലേ? അപ്പം നന്മയും തിന്മയും ആദാമിന് മുമ്പേ അറിയാം, മനുഷ്യന് മുന്നേ അറിയാം. മൃഗതുല്യനായിട്ട് നന്മയും തിന്മയും അറിയാത്തവനായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നന്മയും തിന്മയും അറിയുന്നവനായിട്ടാണ്. നിരീശ്വരന്മാരൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്, എന്തോ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നന്മയും തിന്മയും അറിയാത്തവനായിട്ട് സൃഷ്ടിച്ചു, വെറും മൃഗം പോലെ. എന്നിട്ട് അവസാനം ആ പാമ്പ് വന്ന് സഹായിച്ചതുകൊണ്ടാണ് ഇന്ന് ഇത്രയിലും പറ്റുന്നതെന്നൊക്കെ പറയും അല്ലേ? നന്മയും തിന്മയും നന്നായിട്ടറിയായിരുന്നു അവന്, തിരിച്ചറിയാമായിരുന്നു. അവനത് സ്വീകരിക്കുകയും നിരാകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്നാൽ അവൻ സർവജ്ഞാനിയായ ദൈവത്തിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് തൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് അത് സ്വീകരിക്കുകയായിരുന്നു. വേറൊരു മെക്കാനിസമായിരുന്നു. ചില പിള്ളേർ പരീക്ഷ എഴുതുന്നത് പോലെ, അടുത്തിരിക്കുന്നവൻ മിടുക്കനാണെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും, അവൻ്റെ ഉപദേശപ്രകാരം പരീക്ഷ എഴുതിയാൽ അല്ലേ? സർവജ്ഞാനിയായ, തെറ്റു പറ്റാത്തവനായ, ഓൾ പവർഫുൾ, ഓൾ നോയിങ്, സോവറിൻ ഗോഡ്സ്, മാത്രമല്ല ആദ്യത്തിലെ അന്ത്യവും അറിയുന്നവൻ. ഇതുപോലൊരു അഡ്വൈസറെ കിട്ടിയാൽ പിന്നെ അല്ലേ? എന്തോ ഒരു സിസ്റ്റമായിരുന്നു. കൃത്യമായിട്ട് വരത്തില്ല. നന്മയും തിന്മയും അറിയാൻ പറ്റുമെങ്കിലേ ഇച്ഛാശക്തിക്ക് യൂസ് ഉള്ളൂ. പിന്നെ തിന്മയെന്ന് പറയുന്നത് നന്മയുടെ ആബ്സെൻസാണ്, ഒറിജിനൽ അല്ല. അപ്പം നന്മ വരുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടൻഷ്യൽ തിന്മ വരിക, സാധ്യത അപ്പം തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പം അത് സ്വയം ഡിസേൺ ചെയ്യാനെടുക്കുന്ന തീരുമാനത്തിൻ്റെ എംബ്ലമാണ്. ഇനിയും ഞാൻ എൻ്റെ തിന്മകൾ തിരഞ്ഞെടുത്തോളാമെന്ന് ദൈവത്തോട് പറയുന്നതിൻ്റെ അടയാളമാണ്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് സ്വയം കണ്ടുപിടിച്ചോളാം, നിൻ്റെ സഹായം വേണ്ട. ഇതുവരെ ഓക്കെ, ഓർ ഓട്ടോണോമി, ടേക്കിംഗ് ഓവർ ഓട്ടോണോമി, ഞാൻ കണ്ടുപിടിച്ചോളാം, ഡോണ്ട് വറി. വളരെ നന്ദി, താങ്ക് യു, ഇതുവരെയൊക്കെ ചെയ്ത സേവനത്തിന് നാളെ തൊട്ട് വരണ്ട. ഞാൻ അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചില ട്യൂഷൻ ടീച്ചേഴ്സിനെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്നാൽ സാറേ ഇനി അടുത്ത മാസം തൊട്ട് വേണ്ട, എന്നിട്ട് പുതിയ ആളിനെ അല്ലേ എന്ന് പറഞ്ഞ പോലെ പുള്ളി പുതിയൊരാളെ എൻഗേജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? ആ പ്രോസസ്സാണ് വാസ്തവത്തിൽ ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ അവൻ തന്നെ നന്മയും തിന്മയും തിരഞ്ഞെടുക്കുന്ന ഓട്ടോണോമിയുടെ ഡിക്ലറേഷനാണ്. അത് പിന്നീട് വിശദമായിട്ട് പിന്നീട് ചോദ്യങ്ങളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്നാൽ അവൻ സർവജ്ഞാനിയായ ദൈവത്തിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് തൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് അത് സ്വീകരിക്കുകയായിരുന്നു. ബ്യൂട്ടിഫുൾ സിസ്റ്റം, തെറ്റിക്കൂടാത്ത, ഒരു വിധത്തിൽ ഒരു അബദ്ധം വരാൻ സാധ്യതയില്ലാത്ത മനോഹരമായ വ്യവസ്ഥിതിയിലായിരുന്നു അവന്. ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസം അവനെ അതിന് സഹായിച്ചു. വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം ട്രസ്റ്റ് എന്നാണ്. ട്രസ്റ്റ്. ഈ അപ്പച്ചൻ പറഞ്ഞാൽ തെറ്റുകയില്ല, മിസ്ഡയറക്റ്റ് ചെയ്യത്തില്ല.
അപ്പം എല്ലാ ദിവസവും കാണുന്നുണ്ട്. എനിക്കറിയാം എന്നെ സൃഷ്ടിച്ചത് ഈ ദൈവമാണ്, ഈ ദൈവം ഭയങ്കര ആളാണെന്നും എനിക്കറിയാം. ഞാൻ അങ്ങ് അടിയുറച്ച് ഈ ദൈവത്തിൽ അങ്ങ് ഒരു കുഞ്ഞ് മാതാപിതാക്കൾക്ക് അങ്ങ് വിശ്വസിച്ചേൽപ്പിക്കുന്നത് പോലെ അങ്ങ് ട്രസ്റ്റ് ചെയ്തൊരു റിലേഷൻഷിപ്പായിരുന്നു. ബ്യൂട്ടിഫുൾ. സർവജ്ഞാനി ഡയറക്റ്റ് ചെയ്യുക, മനോഹരമായ ഒരു റിലേഷൻഷിപ്പായിരുന്നു. ഓക്കെ, അതിനാൽ തെറ്റിപ്പോകാൻ ഒരു സാധ്യതയില്ലായിരുന്നു. ഈ ഉപദേശകൻ ഉപദേശിച്ചിരിക്കുന്നിടത്തോളം കാലം, ആ ഉപദേശം ആദം സ്വീകരിക്കുന്നിടത്തോളം കാലം നോ സ്കോപ്പ് ഫോർ എറർ, തെറ്റിന് ഒരു സാധ്യതയില്ലായിരുന്നു. ബ്യൂട്ടിഫുൾ സിസ്റ്റം അല്ലേ? അത്ര മനോഹരമായിരുന്നു ഏദൻ തോട്ടം അല്ലേ? ദൈവത്തിൻ്റെ പ്ലാനൊക്കെ ഭയങ്കരമായിരുന്നു അല്ലേ? സൃഷ്ടിയിൽ മനുഷ്യന് ജഡമെന്നുള്ളൊരു ഘടകം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും ജഡമെന്നുള്ളൊരു ഘടകം മനുഷ്യൻ്റെ സൃഷ്ടിയിലുണ്ടായിരുന്നു, മനുഷ്യനുള്ളിലുണ്ടായിരുന്നു. നമ്മൾ ആന്ത്രോപോളജി പഠിച്ചതാണ്, പലരും മറന്നുപോയിരിക്കാം. ജഡമെന്നൊരു ഘടകം ഉള്ളിൽ, പക്ഷെ അന്നേരവും ഉണ്ടത്. മനുഷ്യൻ പാപം ചെയ്യുമെന്നും ഓട്ടോണോമസ് ആകുമെന്നൊക്കെ അറിയാവുന്ന ദൈവം ഓട്ടോണോമസ് ആയിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും മുന്നമേ മനുഷ്യനിൽ സൃഷ്ടിച്ചിരുന്നു. ആ സംവിധാനമാണ് ജഡം. ഫ്ലഷ് എന്നാണ് ഇംഗ്ലീഷിൽ, ഒറിജിനലിൽ സാർട്സ് എന്നാണ്, SARX, സാർട്സ് ഗ്രീക്കിൽ. ശരീരത്തിന് ഉപയോഗിച്ചേക്കുന്ന, ഗ്രീക്കിൽ ഉപയോഗിച്ചേക്കുന്നതൊന്നും സാർസ് അല്ല, സോമയാണ്, SOMA. അപ്പം ബൈബിളിൽ പലയിടത്തും സോമ എന്നുള്ള പദവും ബോഡി എന്നുള്ള അർത്ഥത്തിൽ, സാർസ് എന്നുള്ള പദവും ജഡമെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്ലേഷനിൽ ചിലയിടത്ത് സോമയ്ക്ക് ജഡമെന്നും ചിലയിടത്ത് സാർസിന് ശരീരമെന്നും ഒക്കെ മാറിയും മറിഞ്ഞും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസ്ലേഷൻ വന്ന കുഴപ്പമല്ല. എല്ലാ ഭാഷയിലും ഈ ഒരു കൺഫ്യൂഷനുണ്ട്. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കും, പൂജപ്പുര പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ള പുഴയിൽ ഒരു ശവം അടിഞ്ഞു, പൂജപ്പുര പോലീസ് കേസെടുത്തു. ഒരു ശവമല്ല, ജഡം, ഒരു ജഡം അടിഞ്ഞു. ചിലപ്പം പോലീസുകാരെ തള്ളി അപ്പുറത്തോട്ട് വിടും. അപ്പം അത് അടുത്ത പോലീസ് സ്റ്റേഷൻ്റെ ഇതിലേക്ക് വരും അല്ലേ? അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. മുളയൊക്കെ വെച്ച് കുത്തി അപ്പുറത്തോട്ടാക്കും. പിന്നെ അവൻ്റെ തലവേദന ഇത് കൊണ്ട് പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി പരിപാടിയല്ല അല്ലേ? ജഡം. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ എല്ലാം ജഡമാണ് അറിയാം. അത് ശരീരം എന്നുള്ള അർത്ഥത്തിൽ എല്ലാ ഭാഷയിലും ഈ കൺഫ്യൂഷനുണ്ട്. പക്ഷേ ഗ്രീക്ക് ഭാഷയിൽ ഇതിന് 2 പദമാണ് കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാലും ചിലയിടത്ത് ശരീരത്തെ സൂചിപ്പിക്കാനും സാർസ് ഉപയോഗിച്ചിട്ടുണ്ട്. ശരീരത്തെ സൂചിപ്പിക്കാനും സാർസ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിലുള്ള സകലമാന ഭാഷയിലുള്ള ഒരു കൺഫ്യൂഷനാണ്. ജഡമെന്ന് പറഞ്ഞാൽ ശരീരമെന്ന് മനസ്സിലാക്കും. ഇങ്ങനെ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മൾ പിന്നീട് മരണത്തെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് വരും. മരണമെന്ന് പറഞ്ഞാൽ ഉടൻ മനസ്സിൽ വരുന്നത് എന്തുവാ? ഈ സോഡാക്കുപ്പി പൊട്ടുമ്പോൾ ഗ്യാസ് വെളിയിലേക്ക് പോയിട്ട് ഇല്ലാതെയായി പോകുന്ന പോലെ ചാകുന്നവന് അതോടുകൂടെ ഇല്ലാതെയായി പോകും അല്ലേ? അതല്ലേ ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവൻ. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല മരണത്തെ ഡിഫൈൻ ചെയ്യുന്നു. സെപ്പറേഷനാണ് എന്ന് പറഞ്ഞതുപോലെ യൂണിവേഴ്സൽ കൺഫ്യൂഷനുള്ള ഒരു ടെർമിനോളജിയാണ് ഈ ജഡമെന്ന് പറയുന്നത്. എല്ലാ ഭാഷയിലും ഉണ്ട്. അപ്പം സാർസ് എന്നുള്ള പദം പോലും ചിലയിടത്ത് ശരീരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാർക്സിന് അതിൻ്റെ സകലവും അടക്കം ചേർത്ത് പറയുന്ന, അതിൻ്റെ രാഗമോഹങ്ങൾ ചേർത്ത് പറയുന്ന ഒരു ഘടകമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ആ വാക്യത്തിലേക്ക് പിന്നീട് വരുന്നുണ്ട്. സൃഷ്ടിയിൽ മനുഷ്യന് ജഡമെന്നുള്ളൊരു ഘടകമുണ്ട്. ഈ പുള്ളിയുടെ ജോലി എന്നാ? അഡ്വൈസറാ. എന്ത് അഡ്വൈസ് ചെയ്യണം? പ്രായോഗിക അഡ്വൈസ് കൊടുക്കാനുള്ള ഘടകമാണ്. ഇപ്പം നമ്മുടെ അഹമ്മദാബാദിൽ പ്ലെയിൻ തകർന്നപ്പോൾ പലരും പലതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എൻജിൻ ഫെയിലായാൽ അതിനെ വീണ്ടും ജീവിപ്പിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ അല്ലേ സാറേ? അതിൽ തന്നെയുണ്ട്. പവർ സപ്ലൈ പോയാൽ ഒരെണ്ണം പോയാൽ വേറൊന്നുണ്ട്. അപ്പം അതൊക്കെ കരുതിയാണ് അതുണ്ടാക്കിയേക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ വീണുപോകുമെന്നറിയാവുന്ന ദൈവം വീണുപോയി കഴിഞ്ഞാൽ ഇവനെ ഉപദേശിക്കാനൊരു യൂണിറ്റ് വേണം. നമ്മുടെ വണ്ടിയിലൊക്കെ സ്റ്റെപ്പിനി വെക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ കാറുകാരോട് ചോദിക്കാറില്ല, ചേട്ടാ ഇതിൻ്റെ ടയർ മിക്കവാറും നാളെ തന്നെ പൊട്ടുമെന്നുള്ള കൺസെപ്റ്റിലാണോ ഈ സ്റ്റെപ്പിനി വെച്ചേക്കുന്നത്? ആണോ? അങ്ങനെ വന്നാലോ? അങ്ങനെ വന്നാൽ സ്റ്റെപ്പിനി വേണം, വേണ്ടേ? എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന് ആദ്യത്തെ നിഷ്പാവാവസ്ഥയിൽ ജഡം കൊണ്ട് ആവശ്യമേ ഇല്ലായിരുന്നു.
പക്ഷേ കുളമാക്കി കഴിയുമ്പോൾ ഇതിൽ ജീവിക്കാൻ പറ്റിയില്ല. കാരണം പ്രായോഗിക ഉപദേശം തരുന്ന ഘടകമാണ്. പക്ഷേ ഈ പ്രായോഗികത്തിനൊരു പ്രശ്നമുണ്ട്. ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചാൽ പ്രായോഗികം നിശ്ചയിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് സംതിങ് കൊടുത്താൽ മതി. അത് ലോകത്തിൻ്റെ പ്രായോഗിക ചിന്തയാണ്. അപ്പോൾ ഈ ജഡം തരുന്ന ഉപദേശങ്ങളെല്ലാം ഇങ്ങനത്തെ ഉപദേശങ്ങളാണ്. എന്തുവാ? പ്രശ്നം പരിഹരിക്കാനുള്ള എന്താണെങ്കിലും ഉപദേശം തരും. അത് ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചുള്ള ഉപദേശമായി തരുന്നതും അങ്ങനൊരു ഘടകം നമ്മളിലുണ്ട്. ഈ പുള്ളിയെ ഒരു വില്ലനായിട്ട് ആ ബൈബിളിൽ മുഴുവൻ നമ്മൾ കാണുന്നു. മനുഷ്യനെ പാപം ചെയ്യിക്കുന്നതിലെ ഒരു പ്രധാനിയ, ഒരു മുഖ്യന ഈ ജഡം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ജഡം മനുഷ്യനിൽ ആദ്യമേ ഉണ്ട്. പ്രായോഗിക വീക്ഷണകോണിൽ നിന്ന് മനുഷ്യനെ നന്മയും തിന്മയും സംബന്ധിച്ച് ഉപദേശിക്കാൻ ജഡത്തിന് കഴിവുണ്ടായിരുന്നു. എന്നാൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഉപദേശിക്കാനുള്ള കഴിവില്ല. അതാ പുള്ളിയുടെ പ്രശ്നം. ചേട്ടാ, എന്നാൽ പിന്നെ ധാർമ്മികതയുടെയും കൂടെ ഉപദേശിക്കാൻ ഈ പുള്ളി അങ്ങ് കഴിവ് കൊടുത്താൽ പോരായിരുന്നോ? ധാർമ്മികമായിട്ട് നമ്മളെ ഉപദേശിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിൽ ഉണ്ടോ? മനസാക്ഷി ഓൾറെഡി അതിനൊരു ഘടകമുണ്ട്. പിന്നെ നമ്മളിലുള്ള ആത്മാവ്, ഈ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചാൽ നമ്മളെ ധാർമ്മികതയെക്കുറിച്ച് ഓർപ്പിക്കും. അപ്പോൾ ഓൾറെഡി ധാർമ്മികമായിട്ട് നമ്മളെ നടത്താനുള്ള രണ്ട് ഘടകങ്ങൾ നമ്മളിലുണ്ട്. ഏതൊക്കെയാ? ആത്മാവും മനസാക്ഷിയും. അപ്പോൾ ഇനിയും വേണ്ടത് പ്രായോഗികമായിട്ട് നടത്താനുള്ളതാണ്. അതുകൊണ്ടെന്ന് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്തിനാണ് ദൈവം ചെയ്തേക്കുന്നത്? നമ്മുടെ ഷുഗർ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? കൃത്യം ഇത്ര ഗ്രാം ആകുമ്പോൾ ഓഫ് ചെയ്യുക മെഷീൻ ആണോ? 2 തരം ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്, ഗ്ലൂക്കഗോണും ഇൻസുലിനും. ഇത് രണ്ടും കൂടെ പ്രതിപ്രവർത്തിച്ച് ഗ്ലൂക്കഗോണിനെയും ഉള്ള ഷുഗറിനെ മുഴുവൻ പിടിച്ചുകൊണ്ട് കോശത്തിലേക്ക് കൊണ്ടുപോകും. ഇൻസുലിൻ എന്തോ ചെയ്യും? അതിനെല്ലാം പിടിച്ച് തിരിച്ച് ഇൻസുലിനകത്തേക്ക് കൊണ്ടും ഗ്ലൂക്കഗോൺ പുറത്തേക്ക് കൊണ്ടുവരും. ഇത് രണ്ടും കൂടെ പ്രതിപ്രവർത്തിച്ച് ബാലൻസിലാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് മുഴുവൻ പ്രവർത്തന രീതി അങ്ങനെയാണ്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനിൽ നന്മയിലേക്ക് ഉപദേശിക്കാനായിട്ട് 2 ഘടകങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രായോഗിക ഉപദേശത്തിനായിട്ട് വേറൊരു ഘടകത്തെയും കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കി, എടാ ജഡമേ അവിടെ ഇരിക്കുക, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന് പറയാൻ ധൈര്യമുള്ള, തൻ്റെ ഇടമുള്ള ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ, ഫങ്ഷണലായിട്ടുള്ളൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ മനുഷ്യന് നേരെ നടക്കാൻ പ്രയാസമില്ല. ഇവൻ രക്ഷിക്കപ്പെടാത്തവർക്ക് പോലും ഒരു പരിധി വരെ നേരെ നടക്കാൻ അങ്ങനെ കഴിയും. അതുകൊണ്ടാണ് ലോകത്തിൽ രക്ഷിക്കപ്പെടാത്തവരിൽ പോലും നമ്മൾ പല നന്മകളും കാണുന്നു. അപ്പം നമ്മൾ അതിശയിക്കടോ, ഈ രക്ഷിക്കപ്പെടാത്ത മനുഷ്യനിൽ ഈ നന്മ എവിടെ നിന്ന് വന്നു? ഇവൻ വചനം അറിയുന്നില്ല, ദൈവത്തെ വിശ്വസിക്കുന്ന ഇവൻ നിരീശ്വരന്മാരിൽ പോലും ഉണ്ട്. അതിൻ്റെ കാരണം ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ മനസാക്ഷിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ജഡം ഉണ്ടായിരുന്നു, സൃഷ്ടിയിൽ തന്നെ ഉണ്ട്. ഒരു കാറിന് സ്റ്റെപ്പിനി വെക്കുന്നത് പോലെ അതും ഫിറ്റ് ചെയ്താണ് വിട്ടിരിക്കുന്നത്. കുളമാക്കാൻ പോവല്ലേ, അന്നേരം ഇതിലേക്ക് ഇറങ്ങിപ്പോവും, മോനെ ഇതും കൂടി ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആദാമിന് ഇതും വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ജോലി പ്രായോഗിക നിർദ്ദേശങ്ങൾ കൊടുക്കുക. പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിജയിക്കാനുള്ള, നിലനിൽക്കാനുള്ള, തോൽക്കാതിരിക്കാനുള്ള, മാന്യത സൂക്ഷിക്കാനുള്ള, വിശപ്പടക്കാനുള്ള, ശരീരത്തിൻ്റെയും ദേഹിയുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് എന്നെ സംതൃപ്തനായിട്ട് നിർത്താനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ജോലിയാണ് ജഡത്തിന്. പക്ഷെ 2 പ്രോബ്ലം ഉണ്ട്. പുള്ളിയുടെ യാഡ് സ്റ്റിക്ക്, അളവുകോലെന്ന് പറയുന്നത് ലോകത്തിൻ്റേതാണ്. 2 പുള്ളിയെ വെച്ചേക്കുന്ന ഈ ശരീരത്തിലാണ്, വീണുപോയ ശരീരത്തിലാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള മനുഷ്യനിലെ ഒരു ഘടകമാണ് ജഡം, സാർക്സ്. XARX, സാർക്സ്. അത് കുഴപ്പം. അത് സൃഷ്ടിയിൽ തന്നെ ഉണ്ട്. അന്നതിന് പ്രയോജനമില്ലായിരുന്നു, കാരണം ദൈവം ഉപദേശിച്ചിരുന്നു. പക്ഷെ വീണു കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിലേ ഇവന് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എന്നാ കുഴപ്പം? സംശയമുള്ള ഒരു കാര്യവും ചെയ്യത്തില്ല. ഈ സാധനം ഇല്ലായിരുന്നെങ്കിൽ പ്രായോഗിക ബുദ്ധിയെ കാണത്തില്ലായിരുന്നു മനുഷ്യന്. മനസാക്ഷി
ഏതെങ്കിലും വിധത്തിലൊന്ന് കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എന്നാൽ അത് വേണ്ട എന്നങ്ങൾക്ക് വരും. പ്രായോഗികമായിട്ടുള്ള ഒരു അഡ്വൈസും കിട്ടത്തില്ല. മനസാക്ഷി പ്രായോഗികമായ അഡ്വൈസ് കൊടുക്കുന്ന സാധനമല്ല, തെറ്റ് ചെയ്യുമ്പം വിസിലടിക്കുന്ന സാധനമാണ്. അപ്പം ഇത് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. ഓക്കെ, മാംസവും അസ്ഥിയും ചേർന്ന ശരീരമല്ല, മറിച്ച് ഹൃദയവും മനസ്സും പോലെയുള്ള ഒരു അദൃശ്യ ഘടകമാണ് ജഡം. നമ്മൾ പലപ്പോഴും ജഡമെന്ന് പറഞ്ഞാൽ ശരീരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സജിസോറിൻ്റെ അമ്മച്ചി പറയുമായിരുന്നു, ആ നീളമുള്ള ചെറുക്കനും തന്നെക്കുറിച്ച് പറയുമായിരുന്നു. 5-6 അടി ഉയരമുള്ള കുടവയറൻ ചെറുക്കൻ. നമുക്ക് നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും കിട്ടുന്ന ഇമേജ് പലപ്പോഴും ശരീരത്തെക്കുറിച്ചാണ്. പക്ഷേ ജഡമെന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, അത് ശരീരത്തിനകത്തായിരിക്കുന്നത്, ശരീരവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ശരീരത്തെ വഴിതെറ്റിക്കുന്നതിലൊരു പ്രധാന റോളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ജഡമെന്ന് പറയുന്ന ഒരു അദൃശ്യ ഘടകമാണ്. ഇത് നമ്മുടെ മനസ്സിലൊന്ന് ശരിക്കും ഇഴുകിച്ചേർന്നാൽ ഇങ്ങനൊരു ഘടകമുണ്ട്, ഈ പുള്ളി എന്നെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജഡമേ ഞാൻ നിനക്ക് ബഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, തലകുനിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ആത്മീയ തൻ്റെ ഇടം നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പം പ്രായോഗിക ഉപദേശങ്ങൾ പലതും തരുമ്പം 50 രൂപ അങ്ങോട്ട് കൊടുത്താൽ മതി, എന്നെ മേശയുടെ കീഴിൽ കൂടെ കൊടുത്താൽ മതി, സർട്ടിഫിക്കറ്റ് എന്ത് വേണം കിട്ടും, അല്ലെങ്കിൽ ഈ സാധനം അങ്ങ് അടിച്ചു മാറ്റിയാൽ മതി, കുഴപ്പമില്ല, അല്ലേ സന്തോഷിക്കാൻ ഈ മൊബൈലിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, മുറി കയറുക, കഥ കിടക്കുക, അതങ്ങ് ആസ്വദിക്കുക, സന്തോഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം, അല്ലേ? ഇങ്ങനെയുള്ള പ്രായോഗിക ഉപദേശങ്ങളൊക്കെ ജഡത്തിൽ നിന്നായിരിക്കും വരുന്നത്. ഇങ്ങനെ ഒരു ശത്രു നമ്മളിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോവാതിരിക്കുക. അത് ദേഹിയെ അതിൻ്റെ അഭിനിവേശങ്ങളാലും ആഗ്രഹങ്ങളാലും നിയന്ത്രിക്കുന്നു. ഗലാത്യർ 5:24. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തിന് രാഗമോഹങ്ങളുണ്ട്. ഡിസയർ നമ്മുടെ മനസ്സിൻ്റെ ഒരു ജോലിയാണ്. അപ്പം അതുപോലെ ഡിസയറിന് കഴിവുള്ള ഒരു ഘടകമാണ് ജഡം. രാഗം, ലസ്റ്റ്, നമ്മളിൽ ലസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന, നമ്മളിൽ ഡിസയർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഘടകമാണ് ഇത്. ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് അല്ല, ഒരു കാണാൻ കഴിയാത്ത നമ്മുടെ ഉള്ളിലുള്ള മനസ്സും ഹൃദയവും പോലുള്ള ഒരു ഘടകമാണ്. വീഴ്ചയ്ക്ക് മുമ്പ് അത് സജീവമായിരുന്നില്ല. പുള്ളി അവിടെ ഉണ്ടായിരുന്ന ഒരു മൂലയ്ക്ക്, പക്ഷെ ആരും അഭിപ്രായം ചോദിക്കത്തുമില്ലായിരുന്നു, പുള്ളി തൊട്ട് പറയത്തുമില്ലായിരുന്നു. ഈ മൊബൈലിലൊക്കെ നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പറയും ഇൻസ്റ്റോൾ, അല്ലേ? ശരിയല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ്, ഇപ്പോൾ ആത്മീയ ഗീതങ്ങൾ എന്നുള്ള ആപ്പ് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ പ്ലേ സ്റ്റോറിലുണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറയുക എനിക്ക് പാട്ട് കേൾക്കണം, അല്ലെ ലിറിക്സ് കാണാൻ പറ്റുമോ? ഇല്ല. അടുത്ത സ്റ്റെപ്പ് ഒരു ഇൻസ്റ്റോൾ. ഒരു അൺഇൻസ്റ്റോൾഡ് ആപ്പായിട്ട് സൃഷ്ടി സമയത്ത് തന്നെ മനുഷ്യനിലുണ്ടായിരുന്ന ഒരു ഘടകമാണ്. അത് മനുഷ്യൻ ഇൻസ്റ്റോൾ ചെയ്യുന്നത് എപ്പോഴാണ്? പിശാചിൻ്റെ ഉപദേശം കേട്ടപ്പോഴാണ്, ഹവ്വ. അന്ന് തൊട്ടാണ് അത് ഫങ്ഷണലാകുന്നത്. ഓക്കെ, ഒരെണ്ണം കൂടി എടുക്കാനുള്ള സമയമില്ലെന്ന് തോന്നുന്നു. ഇത് ലാസ്റ്റ് സ്ലൈഡ്. ഓക്കെ. വീഴ്ചയ്ക്ക് ശേഷം ജഡം സജീവമാകുകയും ഉപദേശക റോള് ഏറ്റെടുക്കുകയും ചെയ്തു. പാപം ചെയ്തു കഴിഞ്ഞ് നമ്മളെ നയിക്കുന്ന സ്റ്റിയറിംഗ് ആയിട്ട്, അല്ലെ ഡ്രൈവറായിട്ട് ജഡം റോളെടുത്തു. മനുഷ്യനെ തെറ്റായ ദിശയിലേക്ക് നയിക്കാനാണ് സാധ്യത. കാരണം ഇതിൻ്റെ വീഴ്ച പറ്റിയ സ്വഭാവം. 2, ലോകത്തിൻ്റെ നിലവിലുള്ള പ്രായോഗികതയുടെ അളവുകോൽ ഉപയോഗിക്കുന്നു. ഫോളൻ മാൻ ഒരു നല്ല ഡിസിഷൻ എടുക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മുടെ ഡിസിഷൻസിനെല്ലാം നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക, വചനത്തെ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക, മനസാക്ഷിയെ ആശ്രയിക്കുക. പ്രായോഗികതയുടെ പേരിലുള്ള, അല്ലേ? ക്രൈസ്തവരംഗത്ത് എന്തു പ്രായോഗികതയാണ്. ഇപ്പം നമുക്കൊരുത്തനോട് അസൂയ തോന്നിയാൽ, നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരുത്തൻ, അവനെ തകർക്കണേ എന്തോ ചെയ്യും? കുറേ നുണയങ്ങ് പറഞ്ഞു വരുത്തുക. അപ്പോൾ പിന്നെ അവനെ ആരും വിളിക്കാതാകും. പുള്ളി വീട്ടിലിരുന്ന് തുരുമ്പെടുത്ത അവസാനം ഒന്നുമല്ലാതായിത്തീരും. പ്രായോഗികത, വാശി തീർക്കാൻ. എത്രയോ പച്ചക്കള്ളങ്ങളാണ്, അല്ലേ? ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ നമ്മുടെ ഈ സാമൂഹിക മാധ്യമത്തിലൊക്കെ പടച്ചു വിടുന്നേ, ചിലരെ തകർക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. ഇതെവിടുന്ന് വരുന്നതാണ്?
അല്ലെങ്കിൽ നുണ പറയുന്നവർ, കള്ളം പറയുന്നവർ, വിശ്വാസിയും കള്ളവുമായിട്ട് എന്താ ബന്ധം? ഇതെവിടുന്നാണ് വരുന്നത്? ജഡത്തിൽ നിന്ന്. അതുകൊണ്ട് നമ്മളിൽ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളും വലിയ പുണ്യവാളന്മാരൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ തന്നെ നമ്മളെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് ഓരോ ചിന്ത വരുമ്പോഴും ഇതെവിടുന്നാണ് വരുന്നേ? എൻ്റെ ജഡത്തിൽ നിന്നാണോ? വീണുപോയ ജഡമാണോ എന്നെ ഉപദേശിക്കുന്നത്? അല്ല, ഈ ലോകത്തിൻ്റെ അളവുകോൽ ഉപയോഗിച്ച് തീരുമാനിക്കുന്ന പ്രായോഗികതയുടെ വക്താവായ ജഡമാണോ എന്നെ ഉപദേശിക്കുന്നത്? ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഈ ചോദ്യം നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, ഒരു തെറ്റ് വന്നു പോയി കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കണം. വൈ ഡിഡ് ഐ സേ ദാറ്റ്? വൈ ഡിഡ് ഐ ഡൂ ദാറ്റ്? വേർ ഡിഡ് ഇറ്റ് കം ഫ്രം? ഇതെവിടുന്നാണ് എനിക്ക് കിട്ടിയേ? ഒരു വിശ്വാസിയെ താറടിക്കണമെന്നുള്ള ആഗ്രഹം എവിടുന്നാണ് വന്നേ? ഒരാളെക്കുറിച്ച് നുണ പറയണമെന്നുള്ള ആഗ്രഹം എവിടുന്നാണ് വന്നേ? പച്ചക്കള്ളം പറയണമെന്ന് എവിടുന്നാണ് വന്നേ? കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാമെന്നുള്ള കാര്യം എവിടുന്നാണ് വന്നേ? പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് ജയിച്ചു കളയാമെന്നുള്ള ആഗ്രഹം എവിടുന്നാണ് വന്നേ? അതിന് എറർ അനാലിസിസ് എന്നൊക്കെ പറയും. നമ്മുടെ പരാജയങ്ങളെ ഇടയ്ക്കൊന്ന് അനലൈസ് ചെയ്താൽ ഇതെവിടുന്നാണ് വന്നെന്ന് കണ്ടുപിടിക്കാനും പിന്നീട് നമ്മളെ തന്നെ നിയന്ത്രിക്കാനും സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. സജി സാറ് പറഞ്ഞിട്ടുണ്ട് മെല്ലെ പോകണമെന്ന്. ഓക്കെ, എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ, അധികം സമയമില്ല, 8:30 തന്നെയായി. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തയ്യാറായി വരിക. സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ല. എനിത്തിങ് എൽസ്? ദൈവത്തിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ദൈവത്തിന് വേണേൽ പറ്റും. പക്ഷേ ദിസ് വാസ് സഫിഷ്യൻറ്റ് എന്നുള്ള ദൈവത്തിൻ്റെ തീരുമാനമാണ് മനുഷ്യ സൃഷ്ടിക്കുക. അതായത് ഉദ്ദേശിച്ച പർപ്പസ് എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു സൃഷ്ടിയാണ് ദൈവം, മനുഷ്യൻ്റെ സൃഷ്ടി. ടു ക്രിയേറ്റേഴ്സ്, നമ്മളെ സൃഷ്ടിക്കാനായിട്ട് അവന് പ്രസാദം തോന്നി. ആ അനുതാപം എന്നുള്ള വേർഡ് റിഗ്രറ്റ് എന്ന അതേ വാക്ക് തന്നെ പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അനുതപിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചതിനേക്കാളും അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്തപ്പം ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള. പിന്നെ അതൊരു ആന്ത്രോപ്പോമോർഫിക് യൂസേജും കൂടെ, മനുഷ്യൻ്റെ ഭാഷയിൽ ദൈവം സംസാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.